ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് അന്റാർട്ടിക്കയിലെ ഭീമാകാരമായ മഞ്ഞുമലകൾ. ശാസ്ത്രജ്ഞർ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകുന്ന അന്റാർട്ടിക്കയിലെ ഡൂംസ്ഡേ ഗ്ലേഷ്യർ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ മഞ്ഞുമലയുടെ കിഴക്കേ അറ്റത്തുള്ള ഐസ് ഷെൽഫ് ഏത് നിമിഷവും തകർന്നു വീഴാം എന്നാണ് പുതിയ പഠനങ്ങൾ നൽകുന്ന സൂചന. പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഞ്ഞുമലയ്ക്ക് ഏതാണ്ട് അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ അത്രയും വിസ്തൃതിയുണ്ട്. നിലവിൽ ലോകത്താകമാനം സമുദ്രനിരപ്പ് ഉയർന്നതിൽ ഏകദേശം 4% കാരണമാകുന്നത് ഈ മഞ്ഞുമലയാണ്. ഈ മഞ്ഞുമല തന്നെയാണ് പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ വലിയ മഞ്ഞുപാളികളെ തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ ഇതിന് വലിയൊരു വിള്ളൽ സംഭവിച്ചാൽ അയൽപ്രദേശങ്ങളിലെ മഞ്ഞുമലകളും അസ്ഥിരമാവുകയും സമുദ്രനിരപ്പിൽ വലിയ തോതിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഡൂംസ്ഡേ ഗ്ലേഷ്യർ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 6-ന് അന്റാർട്ടിക്കയിലെ ചില പ്രദേശങ്ങളിൽ 15.4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നതായി ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രിനിറ്റി പെനിൻസുലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകരാണ് ഈ അപൂർവ പ്രതിഭാസം കണ്ടെത്തിയത്. കാലാവസ്ഥാ വിദഗ്ധനായ പ്രൊഫസർ റൗൾ പറയുന്നത് ഇത് വളരെ അസാധാരണ സംഭവമാണെന്നും ഈ സമയത്ത് ഇത്രയും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് അത്യപൂർവമാണെന്നും കൂടെയാണ്. ഈ വർഷം രൂപം കൊണ്ട സൂപ്പർ എല്ലിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്റാർട്ടിക്കയിലെ ഈ അസാധാരണ ചൂട് രേഖപ്പെടുത്തപ്പെട്ടത്. കഴിഞ്ഞ 150 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ എല്ലിനോ പ്രതിഭാസങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തൽ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ആശങ്കാജനകമായ ഡൂംസ്ഡേ ഗ്ലേഷ്യർ ഹിമാനിയുടെ കിഴക്കൻ ഭാഗത്തുള്ള മഞ്ഞുപാളി ഈ വർഷം തന്നെ വേർപെടാൻ സാധ്യതയുണ്ടെന്ന് പുതിയ ചില പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ഏകദേശം 120 കിലോമീറ്റർ വീതിയുള്ള ഈ ഹിമാനിക്ക് ചിലയിടങ്ങളിൽ 6500 അടിയിലധികം കനം ഉണ്ടെന്നാണ് കണക്കുകൾ. സമുദ്രനിരപ്പ് ഉയരുന്നതിൽ ഈ ഹിമാനിയുടെ ഉരുകൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ മഞ്ഞുമല ഉരുകുന്നത് കൊണ്ട് ലോകം പെട്ടെന്ന് വെള്ളത്തിനടിയിലാകുമെന്നല്ല പറയുന്നത്, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു പ്രകൃതി ദുരന്തത്തിന്റെ തുടക്കമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഡൂംസ്ഡേ ഗ്ലേഷ്യറിന്റെ കിഴക്കേ ഭാഗത്തുള്ള ഐസ് ഷെൽഫ് തകർന്നാൽ ഇതിന് പിന്നിലുള്ള വലിയ മഞ്ഞുമലകൾ അതിവേഗം കടലിലേക്ക് വന്ന് വീഴാൻ തുടങ്ങും. ഏകദേശം 2 അടി ഉയരത്തിൽ ആഗോള സമുദ്രനിരപ്പ് വർദ്ധിപ്പിക്കാനുള്ള ഐസ് ശേഖരം അതിലുണ്ട്. വാസ്തവത്തിൽ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ ചൂടല്ല, മറിച്ച് സമുദ്രത്തിലെ ചൂടുവെള്ളമാണ് ഈ മഞ്ഞുമലയെ ഇത്രയും വേഗത്തിൽ ഉരുകാൻ പ്രേരിപ്പിക്കുന്നത്. കാറ്റിന്റെ ഗതിയിലുള്ള മാറ്റങ്ങൾ കാരണം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ചൂടുവെള്ളം ഈ മഞ്ഞുമലയുടെ അടിഭാഗത്തേക്ക് എത്തും. ഇത് അടിഭാഗത്തു നിന്നും ഈ മഞ്ഞുമലയെ അലിയിപ്പിക്കും. അതിന്റെ ഫലമായി ഇതിന്റെ സ്ട്രക്ചർ ദുർബലമാവുകയും വിള്ളലുകൾ വലുതാവുകയും ചെയ്യുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ മാറ്റങ്ങൾ തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് കടൽക്ഷോഭവും തീരശോഷണവും വലിയ ഭീഷണിയായി മാറും. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ മിക്ക രാജ്യങ്ങളുടെയും കടൽത്തീരങ്ങളുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും ഈ മഞ്ഞുരുകൽ.